സംസ്ഥാനത്ത് തുടർ ഭരണ സാധ്യതയെന്ന് CPI വിലയിരുത്തൽ. CPIക്ക് 15 സീറ്റുകളിൽ വരെ ജയസാധ്യതയുണ്ടെന്നും കെ രാജനും GR അനിലും ഉൾപ്പെടെ 4 മന്ത്രിമാരും വൻ വിജയം നേടുമെന്നും CPI വിലയിരുത്തുകയാണ്. വിജിൻ വായന്തോട് ചേരുകയാണ്. വിജിൻ, പലയിടത്തും പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ പരാജയങ്ങൾ ഒരുപക്ഷെ നേരിട്ടേക്കാം, തിരിച്ചടി ഉണ്ടായേക്കാം എന്നുള്ള തരത്തിൽ CPM-ന്റെ പല കീഴ്ഘടകങ്ങൾ നൽകുന്ന റിപ്പോർട്ട് നൽകുന്ന സമയത്ത് തന്നെയാണ് CPI സംസ്ഥാനത്ത് തുടർ ഭരണ സാധ്യത പ്രവചിക്കുന്നത്. മാത്രമല്ല 15ഇടത്ത് ജയമുണ്ടാകും എന്ന് CPI ഉറപ്പിക്കുകയാണോ? മഹേഷ്, തീർച്ചയായും ഇന്ന് ചേർന്ന CPIയുടെ സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് യോഗങ്ങളിലാണ് തുടർഭരണ സാധ്യത എന്ന വിലയിരുത്തലിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ടത് 17 മണ്ഡലങ്ങളിലാണ് നിലവിൽ CPI LDF-ൽ മത്സരിക്കുന്നത്. അതിൽ 15ഇടത്തും ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിലവിൽ ജില്ലാ കമ്മിറ്റികൾ നൽകിയ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ നടത്തിയ വിലയിരുത്തലിൽ CPI ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. 17 മണ്ഡലങ്ങളിൽ 15ഇടത്തും ജയസാധ്യതയാണ് എന്നുള്ളതാണ് CPI വിലയിരുത്തൽ. ഒപ്പം തന്നെ 4 മന്ത്രിമാർ, അതായത് കെ രാജനും ചിഞ്ചു റാണിയും ഒപ്പം തന്നെ GR അനിൽ, P പ്രസാദ് എന്നിവർ ജയിക്കും എന്നുള്ളതാണ്. അതിൽ കെ രാജനും ഒപ്പം തന്നെ GR അനിലും വൻ മാർജിനിലുള്ള വിജയം നേടും എന്നാണ് നിലവിൽ CPI ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. ഒപ്പം കരുനാഗപ്പള്ളി, മൂവാറ്റുപുഴ മണ്ഡലങ്ങളിൽ വലിയ തിരിച്ചടിക്ക് സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലും CPI നടത്തിയിട്ടുണ്ട്. തുടർഭരണം ഉണ്ടാകുമെങ്കിലും അത് വലിയ ഒരു തരത്തിലുള്ള ഭൂരിപക്ഷത്തിൽ ആയിരിക്കില്ല ഉണ്ടാവുക. പക്ഷേ ഒരു നാരോ മാർജിനിൽ എങ്കിലും തുടർഭരണം ഉണ്ടാകും എന്നുള്ള വിലയിരുത്തലാണ് നിലവിൽ നടന്നിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് തൃശ്ശൂരിൽ ഇത്തവണ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ശക്തമായ മത്സരമാണ് നടന്നിട്ടുള്ളത്. അവിടെയും ജയിച്ചു കയറാൻ കഴിയും എന്നുള്ളതാണ് വിലയിരുത്തൽ. പക്ഷേ അവിടെ ശക്തമായ മത്സരം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും CPI സംസ്ഥാന എക്സിക്യൂട്ടീവും സെക്രട്ടേറിയറ്റും നിലവിൽ എന്തായാലും വിലയിരുത്തിയിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു പാർട്ടി ആദ്യമായിട്ടാണ് വിലയിരുത്തലിലേക്കും അവലോകനത്തിലേക്കും പോയത്. അതാണ് CPI. ആ CPI തന്നെ ഇപ്പോൾ തുടർഭരണം ഉണ്ടാകും എന്ന വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നു. 4 മന്ത്രിമാരും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരും. ഒല്ലൂരിലും ഒപ്പം തന്നെ നെടുമങ്ങാടും വലിയ ഭൂരിപക്ഷമാണ് CPI പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് ജില്ലാ കമ്മിറ്റികൾ ബൂത്ത് അടിസ്ഥാനത്തിൽ ശേഖരിച്ച കണക്കുകൾ കൂടി വിശകലനം ചെയ്ത് CPI എക്സിക്യൂട്ടീവ് ഇപ്പോൾ അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നു.